ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത് ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്, ക്രൈം ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ് മിർസാപൂർ എന്ന സീരീസ്. ഈ ഒരു സീരീസിന്റെ മൂന്നാമത്തെ സീസണാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിൽ ജൂലൈ മാസം 5-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ജാപ്പനീസ് മൂവിയാണ്. മോൺസ്റ്റർ എന്നാണ് ഈ ഒരു മൂവിയുടെ പേര് വരുന്നത്. ഒരു മിസ്റ്ററി ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ജാപ്പനീസ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലും ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഗോൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ലെങ്കിലും നല്ല പ്രേക്ഷക പ്രതികരണം നേടിയ സിനിമയായിരുന്നു. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഹിഗ്ഗിറ്റ എന്ന സിനിമ ഇന്നലെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തു. അതിനുശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു മലയാള സിനിമയാണ് ഗോൾ എന്ന് പറഞ്ഞ സിനിമ. നമുക്ക് ഈ മാസം ജൂലൈ മാസം ലാസ്റ്റ് നമുക്ക് ഈ സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മൂഞ്ചിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ജൂലൈ മാസം ലാസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതായിട്ടാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് മന്ദാകിനി എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അൽത്താഫ് ഒക്കെ പ്രധാന വേഷം കൈകാട്ടിയ സിനിമയായിരുന്നു. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. നല്ലൊരു കോമഡി മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഡേറ്റ് കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. ജൂലൈ മാസം 5-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മനോരമ മാക്സ് വഴി. അടുത്തത് മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവ് സ്വന്തമാക്കി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുന്നുള്ളത് പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. ജൂലൈ മാസം 5-ാം തീയതി മലയാളി ഫ്രം ഇന്ത്യ ഓൾറെഡി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സോണി ലീവ് വഴി. അതിനുശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയായിരിക്കും ടർബോ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ജൂലൈ മാസം ലാസ്റ്റ് വീക്കോടുകൂടി നമുക്ക് ഈ സിനിമ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ആസിഫ് അലി അതുപോലെ തന്നെ ബിജു മനോജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത തലവൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമയും സോണി ലീവ് തന്നെയാണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ടർബോ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ സോണി ലീവിൽ തലവൻ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് മാസത്തിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു സിനിമ എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. 7 സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റിലൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.